الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സന്ദേശവുമൊക്കെ അനുസ്മരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ നാടിൻ്റെ പ്രത്യേക സാമൂഹ്യ പശ്ചാത്തലം കൂടി ഇതിവൃത്തമാക്കിക്കൊണ്ട് ധർമ്മത്തിന് മേൽക്കൈയുള്ള ഒരു ക്രമം സംസ്ഥാപിക്കുന്ന വഴിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ട് നിർവഹിച്ച കർമ്മ മാർഗങ്ങളാണ് കഴിഞ്ഞ ഏതാനും ഖുതുബകളിലൂടെ നാം ശ്രവിച്ചുകൊണ്ടിരുന്നത്. തൻ്റെ കർമ്മങ്ങൾക്ക് തമ്പുരാന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന ഉറച്ച പരലോക വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മനം മാറ്റം, അതിനുതകുന്ന ശക്തമായ ബോധവൽക്കരണം, അതായിരുന്നു ഇഖാമത്തുദ്ദീനിന്റെ മാർഗത്തിൽ, ധർമ്മ സംസ്ഥാപനത്തിന്റെ മാർഗത്തിൽ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച ഒന്നാമത് കർമ്മമാർഗം. രണ്ടാമതായി, സാഹചര്യങ്ങൾ നന്മയിലേക്ക് ഉന്മുഖമാകാൻ പ്രേരിപ്പിക്കും വിധമുള്ള ഇടപെടലായിരുന്നു. അഥവാ തിന്മയിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന സകല പ്രേരകങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് നന്മയുടെ വഴിയിലേക്ക് മുഖം തിരിഞ്ഞു നിൽക്കാൻ സ്വയം തന്നെ പ്രേരിതമാകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. അതായിരുന്നു ഹബീബിന്റെ ഇഖാമത്തുദ്ദീനിന്റെ മാർഗത്തിലെ രണ്ടാമത് കർമ്മ വഴി. ആ വഴിയിൽ മനുഷ്യൻ തിന്മയിലേക്ക് പോയിപ്പോകാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളെയും കൃത്യമായി നിർണയിച്ചു.
അവയെക്കുറിച്ച് ആവർത്തിച്ചുള്ള വിവിധ ഊന്നലുകളോടുകൂടിയ ഉത്ബോധനം വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ധാരാളമായിട്ട് വന്നു. അന്യ സ്ത്രീകളെ നോക്കൽ, അവരുമായി ഇടപഴകുന്നിടത്ത്, തനിച്ചാകുന്നിടത്ത്, അങ്ങനെ കണ്ണിനും കാതിനും അവയവങ്ങൾക്കുമൊക്കെ വ്യഭിചാരത്തിൽ പങ്കുണ്ടാകും വിധമുള്ള അത്തരം അവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ ഉത്ബോധനങ്ങൾ, വീട്ടകത്ത് പോലും പാലിക്കേണ്ടുന്ന മറയും മുറയും അത് നീങ്ങിപ്പോകാതിരിക്കാൻ, ആ ധാർമ്മികമായ മറകൾ ഉല്ലംഘിക്കപ്പെടാതിരിക്കാൻ ശക്തമായ ഇടപെടൽ, കാഴ്ച വെട്ടത്തെ നിയന്ത്രിച്ചതുപോലെ വായനയെ, ദൃശ്യത്തെ, മനുഷ്യ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന അധമ വികാരങ്ങളെ ഉണർത്തുന്ന അത്തരത്തിലുള്ള എല്ലാറ്റിനെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഹബീബിന്റെ ശക്തമായ ബോധവൽക്കരണം, അത്തരം സംഗതികൾ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഇടപെടലുകൾ, അശ്ലീല അനാശാസ്യ സംസ്കാരങ്ങൾക്ക് ഇടമില്ലാത്ത ഒരു സാമൂഹ്യ ക്രമത്തിന്റെ സൃഷ്ടിപ്പ്, സ്ത്രീകളുടെ വസ്ത്രധാരണം പോലും കാഴ്ച കൊണ്ട് ഉത്തേജിതമാകുന്ന പുരുഷന്റെ മനഃശാസ്ത്രം അറിഞ്ഞുകൊണ്ട് തന്നെ മാന്യതയുടെ ഉയർന്ന വിധാനത്തിൽ ആണും പെണ്ണും വേഷം ധരിച്ചിറങ്ങുന്ന സാംസ്കാരിക തലം, ഇതെല്ലാം കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നടപ്പാക്കി. ഇത്രയും കാര്യങ്ങളാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ചരിത്രത്തിന്റെയും പിൻബലത്തിൽ കഴിഞ്ഞ ഖുതുബകളിലൂടെ നാം ശ്രവിച്ചത്. സാഹചര്യം തിന്മയിലേക്ക് പോയി പോകാൻ, അധമ വികാരങ്ങൾ അടക്കി ഒതുക്കി വെച്ച ഏതൊരുത്തനും അന്യായം ചെയ്യാൻ അവസരമുണ്ടാകാതിരിക്കുമാറ് സാഹചര്യത്തെ ക്രമീകരിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഇടപെടലിൽ ഒരു വശം കൂടി ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ശേഷം ഖുതുബയുടെ തുടർച്ചയായി ഹബീബിന്റെ മൂന്നാമത് കർമ്മമാർഗത്തെക്കുറിച്ചും, അതാണ് ഇന്നത്തെ ഖുതുബയുടെ ഉള്ളടക്കം. സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിന് ഇസ്ലാം വിലക്കി. സൂ മഹ്റമിന്റെ കൂടെ മാത്രമേ പെണ്ണ് സഞ്ചരിക്കാവൂ എന്ന് വെച്ചു. അതിന്റെ ന്യായം അവളുടെ സുരക്ഷിതത്വമാണ്, അവളുടെ നിർഭയത്വം. അധമ വികാരങ്ങൾ അടുക്കി പെറുക്കി വെച്ച പൈശാചിക മനസ്സുമായി നടക്കുന്നവനിൽ പൈശാചികതയെ ഉണർത്താതിരിക്കാൻ ഈ ഇടപെടൽ കൂടി അനിവാര്യമാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ഭർത്താവിന്റെ കൂടെ, പിതാവിന്റെ കൂടെ, സഹോദരന്മാർ, മക്കൾ എന്നിവരുടെ കൂടെ മാത്രമേ പെണ്ണ് സഞ്ചരിക്കാവൂ എന്ന് പഠിപ്പിച്ചു. ഇത് പെണ്ണിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കലല്ല. പെണ്ണ് യഥാർത്ഥത്തിൽ സ്വയം തന്നെ പര്യാപ്തതയുള്ളവളല്ല എന്ന് തെളിയിക്കലുമല്ല. പക്ഷെ ഒരു സാമൂഹ്യ ക്രമത്തിന്റെ സുരക്ഷിതത്വം എന്നത്, അതിൽ ധാർമ്മികതക്ക് മേൽക്കൈയുണ്ട് എന്നത് ഇത്തരം ചില നിയമക്രമങ്ങളിലൂടെ കൂടിയേ സാധ്യമാവൂ എന്നതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ക്രമം കൊണ്ടുവന്നത്. അത്തരം ചില ഇടപെടലുകളെ അല്ലെങ്കിൽ ഹബീബിന്റെ നിർദ്ദേശങ്ങളെ നേരെ ചൊവ്വേ പോസിറ്റീവായി മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന മലീമസമായ മനസ്സുകൾ ഈ കാനേശുമാരി മുസ്ലിം സമുദായത്തിനകത്ത് വരെ ഉണ്ടായിപ്പോയത്, അവർ വിഷയങ്ങളെ നോക്കിക്കാണുന്നത് നമ്മുടെ ഈ ക്രമം തെറ്റിയ സാമൂഹ്യ ക്രമത്തിന്റെ അകത്തുനിന്ന് ആയതുകൊണ്ടാണ്. ക്രമം തെറ്റിയ നമ്മുടെ ഈ സാമൂഹ്യ ക്രമത്തിന്റെ അകത്ത് നിന്ന് ആ വ്യൂ പോയിന്റിലൂടെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂല്യങ്ങൾ കുഴതെറ്റാത്ത ധാർമ്മിക സദാചാര മൂല്യങ്ങൾക്ക് മേൽക്കൈയുള്ള ഒരു ക്രമം സ്ഥാപിക്കുന്നിടത്ത് നടത്തിയ ഈ ഇടപെടലിനെ നോക്കിക്കണ്ടാൽ നേരെ ചൊവ്വേ മനസ്സിലാക്കാൻ കഴിയില്ല.
ആ അവസ്ഥ നമുക്കിടയിൽ തന്നെയുണ്ട്. പെണ്ണിന്റെ കൂടെ ഒരാൾ നിർബന്ധമായി ഉണ്ടായേ പറ്റൂ, അത് ബന്ധത്തിൽപ്പെട്ട ആള് തന്നെ ആയിരിക്കണം എന്ന ഒരു നിയമക്രമത്തെ അടർത്തിയെടുത്തിട്ട് ഈ മലീമസമായ ഇന്ത്യയും പുതുക്രമത്തിന്റെ ലോകവും അതിന്റെ പ്രതലത്തിൽ നിന്ന് നോക്കിക്കാണാൻ ശ്രമിച്ചാൽ ഇതിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ധർമ്മം മനസ്സിലാവില്ല. അപ്പുറത്തിരുന്ന് ഇതേ ആളെ ഹബീബിന്റെ പേര് സ്വലാത്ത് ചൊല്ലുമ്പോഴും അത് നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു ദുരന്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നം കണ്ടത് പെണ്ണിന് പുറത്തിറങ്ങണമെങ്കിൽ കൂടെ ബന്ധുബലം വേണം എന്ന ഒരു ക്രമത്തെ ആയിരുന്നില്ല. ഹബീബ് സ്വപ്നം കണ്ടത് മക്കയിൽ ഇസ്ലാമിന്റെ വക്താവായി എഴുന്നേറ്റ് നിന്ന് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഭൂരിപക്ഷ വിഭാഗം ക്രൂരന്മാരായ എതിരാളികൾ അവിടെ മർദ്ദന പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് സ്വന്തം അനുചരന്മാർ അംഗഭംഗം സംഭവിച്ചവരായും വലിയ വലിയ മുറിവുകൾ ഏറ്റുവാങ്ങിയവരായും വന്ന് പരാതി പറയുമ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വപ്നം അങ്ങകലെ ദൂര ദിക്കിൽ നിന്ന് ആ മണലാരണ്യത്തിന്റെ അറ്റത്ത് നിന്ന് മിനക്സൽ മദീന, അങ്ങേ അറ്റത്തെ ഗ്രാമത്തിൽ നിന്നോ പട്ടണത്തിൽ നിന്നോ ഒരു പെൺകൊടി തന്റെ ഒട്ടകപ്പുറമേറി ഒറ്റയ്ക്ക് സഞ്ചരിച്ചു വരികയും ദിനരാത്രങ്ങൾ എടുത്ത് ആ യാത്ര മക്കയിൽ സമാപിക്കുകയും അങ്ങനെ ആ പെൺകൊടി കഅബയെ തവാഫ് ചെയ്ത് സ്വസ്ഥമായി സുരക്ഷിതമായി അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന, ഒരാളും അവളെ കൈവെക്കാത്ത, ഒരാളും അവളെ കണ്ണ് വെക്കാത്ത, ഒരാളും അവൾക്കെതിരെ അന്യായം പറയാത്ത, കമന്റ് അടിക്കാത്ത ഒരു ക്രമത്തെ ഞാൻ സ്വപ്നം കാണുന്നു എന്ന് ഹബീബ് പറഞ്ഞു. എങ്കിൽ ഹബീബിന്റെ സ്വപ്നം അതായിരുന്നു. ബന്ധുബലത്തിന്റെ പിൻബലത്താൽ ഒരു പെണ്ണിന് സുരക്ഷിതമാകാൻ കഴിയും നമ്മുടേതുപോലെ ഒരു ക്രമത്തിൽ എന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ഹബീബ് വിചാരിച്ചില്ല. നല്ലവരായ മനുഷ്യരെ ജീവിക്കുന്ന, ധർമ്മത്തിന് മേൽക്കൈയുള്ള, അടിയുറച്ച പരലോക വിശ്വാസവും സാഹചര്യം നന്മ മാത്രം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ക്രമവുമായ ഒരു വ്യവസ്ഥയിൽ ഏതോ മനസ്സിൽ തിന്മ കുത്തി നിറച്ച ഒരു കാബാലികൻ ഒരു പെണ്ണിനെ കൈവെക്കാതിരിക്കാൻ, അവസരം അങ്ങനെ ആവാതിരിക്കാൻ ഇത് കാരണമാകും എന്നാണ് ഹബീബ് പറഞ്ഞത് എന്ന് നാം ചേർത്ത് വായിക്കണം. അതുകൊണ്ടാണ് ഒരു പെണ്ണ് ഒറ്റക്ക് വന്ന് കഅബം തവാഫ് ചെയ്തു പോകുന്ന സ്വപ്നത്തെ ഇത്ര കൃത്യമായി ഹബീബ് അന്ന് മക്കയിൽ അങ്ങനെ ഒരു സ്വപ്നം കാണാൻ ഇസ്ലാമിൽ അണിചേർന്ന പലർക്കും സാധ്യമാകാതെ പോയ ഒരു കാലഘട്ടത്തിൽ ഹബീബ് സ്വപ്നം കണ്ടത് എന്ന് മനസ്സിലാക്കണം. ക്രിമിനൽ കൂട്ടങ്ങൾ വിഹരിക്കുന്ന, ഗുണ്ട ടീമുകൾ നിലകൊള്ളുന്ന ഒരു സാമൂഹ്യ ക്രമത്തിൽ ബന്ധുബലം കൊണ്ട് ഒരു പെണ്ണിന് സുരക്ഷിതയാവാൻ കഴിയില്ല. അത് നമ്മുടെ കേരളത്തിന്റെ വരെ പശ്ചാത്തലമാണ്. അപ്പൊ ഈ തെറ്റായ സാമൂഹ്യ ക്രമത്തിനകത്ത് ഇതിനോട് എന്തോ കൂറ് പ്രഖ്യാപിച്ചിട്ട് ഇസ്ലാമിലെ ഹബീബിന്റെ വർത്തമാനങ്ങളെ നോക്കിക്കാണുന്നവർ ഹബീബിനോട് കൂറില്ലാത്തവരാ. അവർക്കിത് മനസ്സിലാവില്ല. ഇതാണ് ശരി എന്ന് മനസ്സിലാകുന്ന ഒരു കൂട്ടർക്ക് ഹബീബിന്റെ ഈ നിർദ്ദേശങ്ങളുടെ മർമ്മം തിരിച്ചറിയാൻ കഴിയില്ല. പണ്ടൊരു തമാശ പറയാറുണ്ട്. രണ്ടാളുകൾ ഒരു വഴിയെ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന വഴിയിൽ പഴയ കാലത്ത് ആരോ ഉപയോഗിച്ചു സ്ലാബിട്ട് മൂടിയ, മണ്ണ് മേല് വന്ന് മൂടിക്കഴിഞ്ഞ, അങ്ങനെ പുല്ല് മുളച്ച ഒരു ലാട്രിൻ ടാങ്ക് ഉണ്ടത്രേ. വേസ്റ്റ് കൊണ്ടുപോയി കൊട്ടിയ ഒരു ടാങ്ക്. വിധി വൈപരീത്യം എന്ന് പറയട്ടെ, രണ്ടുപേരും നടന്നു പോകുമ്പോൾ ഈ സ്ലാബ് പൊട്ടി രണ്ടുപേരും അതിനകത്ത് വീണു. ആഴമേറിയ ഈ കുഴിക്കകത്തു മനുഷ്യ വിസർജ്യത്തിന്റെ ഒരു വല്ലാത്ത കൂട്ടമാണ്. ഒരാൾ ധരിച്ചു ഇനി ഇതിനകത്തുനിന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല, കാരണം ഇതിനകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല, അതുകൊണ്ട് ഇത് തിന്നും കുടിച്ച് ഇവിടെ ജീവിക്കുക തന്നെ. അങ്ങനെ ഒരാൾ തീരുമാനിച്ചു. മറ്റവൻ തീരുമാനിച്ചു അല്ല, പരമാവധി കൈകാലിട്ടടിച്ച് ബഹളം വെച്ച് ഈ ചുമരിൽ പറ്റി വിടർന്നു നിൽക്കുന്ന ഏതെങ്കിലും ഒരു പുൽക്കൊടിയിലെങ്കിലും പിടിച്ചു തൂങ്ങി ഏതോ ഒരു നാൾ ഈ വഴി വരുന്ന ഒരു രക്ഷകൻ തന്റെ ശബ്ദം കേൾക്കുമെന്ന പ്രതീക്ഷയിൽ ഈ വേസ്റ്റ് തിന്നാതെയും കുടിക്കാതെയും
നിലകൊള്ളലാണ് യഥാർത്ഥത്തിൽ കരണീയം എന്ന് മറ്റവൻ വിചാരിച്ചു. ഈ രണ്ടു കൂട്ടരും സമമാവില്ല. ഇതൊരു തമാശയാണെങ്കിൽ അതിലൊരു വലിയ പാഠമുണ്ട്. നമ്മുടെ ഈ രാജ്യത്തിന്റെയും ഈ ലോകത്തിന്റെയും ക്രമമാണ് ശരി എന്ന് വിചാരിച്ചു പോയ ഒരു കൂട്ടർക്ക് ഈ വേസ്റ്റ് ടാങ്കിൽ വീണ മലിനം തിന്ന് ജീവിക്കാൻ തീരുമാനിച്ചവന്റെ ഗതിയാണ്. അവനൊരിക്കലും ഇതിന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടാവില്ല. അവന്റെ മനസ്സിൽ ഇഖാമത്തുദ്ദീൻ അങ്കുരിക്കില്ല. അവന്റെ മനസ്സിൽ ഹബീബിന്റെ സ്വപ്നത്തിന് ഇടമുണ്ടാവില്ല. അതേസമയം ഇതല്ല ശരി, ഈ വ്യവസ്ഥ തന്നെ മാറാനുള്ളതാണ്. ഈ വ്യവസ്ഥക്ക് തന്നെ ദൗർബല്യമുണ്ട്. ഇവിടത്തെ മനസ്ഥിതിയും മോശമാണ്, ഈ വ്യവസ്ഥിതിയും മോശമാണ്. അതുകൊണ്ട് സാഹചര്യം അതിലേറെ മോശമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഹബീബിന്റെ സ്വപ്നങ്ങൾക്ക് അർത്ഥം നൽകാൻ കഴിയൂ എന്ന് 5 നേരം നമസ്കരിക്കുന്നവർ ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോഴേ ഈ ഉപദേശങ്ങൾക്കെല്ലാം വലിയ വലിയ മർമ്മങ്ങളുണ്ടെന്നും ഒരുപാട് വ്യൂ പോയിന്റുകൾ, ഉദാത്തമായ ഒരു ധാർമ്മിക വ്യവസ്ഥയെ മുമ്പിൽ കണ്ടുകൊണ്ട് ഒരു ധാർമ്മിക വിപ്ലവത്തിന് വേണ്ടി കടന്നു വന്ന ഒരു പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘദർശനം ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം ഒത്തുചേരുന്ന നന്മക്ക് മേൽക്കൈയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുക എന്നത് നിർബന്ധമാണ്. അത്തരം ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കലായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഖാമത്തുദ്ദീനിന്റെ മാർഗത്തിൽ രണ്ടാമത് ചെയ്ത പ്രവർത്തനം. മൂന്നാമതാണ് ശിക്ഷ ഇടം നേടുന്നത്. അവിടെയാണ് ശിക്ഷയ്ക്ക് പ്രസക്തി ഉണ്ടാവുക. ശിക്ഷ കൊണ്ട് മാത്രം ഒരു സമൂഹത്തിലെ പ്രശ്നങ്ങൾ തീരില്ല. ഈ പറയുന്ന അടിസ്ഥാനപരമായ 2 കർമ്മമാർഗങ്ങൾക്കും ഇടമില്ലാത്ത ഒരു ക്രമത്തിൽ ശിക്ഷയ്ക്കൊരു വിലയും ഉണ്ടാവില്ല. അവിടെ ശിക്ഷ എത്ര ഭീകരമായിരുന്നാലും എത്ര കഠോരമായിരുന്നാലും ശരി, ആ ശിക്ഷ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഏതേതു അളവിൽ എത്ര കണ്ട് മനസ്ഥിതി മാറുന്നുവോ, പ്രപഞ്ചനാഥുള്ള വിശ്വാസത്താൽ, പരലോക വിശ്വാസത്താൽ ആ ഒരു ബോധം ആരുടെ മനസ്സിൽ കൃത്യമായി ഉണ്ടായിവെന്ന് അതിനനുസരിച്ച് മനം മാറ്റം ഉണ്ടാകുന്നുവോ, അത്തരം ഒരു ബോധവൽക്കരണത്തിന്റെ തുടർച്ചയിൽ എവിടെ ക്രമം ഇസ്ലാമികമായ അല്ലെങ്കിൽ നന്മയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഈ പറഞ്ഞ എല്ലാ ഇടപെടലും നടക്കുന്ന ക്രമമായിട്ട് മാറുന്നുവോ, അവിടെ മാത്രമേ ശിക്ഷക്ക് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. ഈ പറഞ്ഞ 1ഉം 2ഉം കർമ്മമാർഗങ്ങൾ അവഗണിക്കപ്പെടുന്നിടത്ത് ശിക്ഷ നടപ്പിലാക്കാൻ സംവിധാനം ഉണ്ടായത് കൊണ്ട് മാത്രം പ്രശ്നം തീരില്ല എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ത്യ എന്ന് വിനയപുരസ്സരം നമ്മൾ അറിയണം. 1ഉം 2ഉം കർമ്മമാർഗങ്ങൾ ഇത്തിരി മാറ്റമുണ്ടായാൽ, അത്തരം ഒരവസ്ഥയിൽ ശിക്ഷ കൂടി ഉണ്ടെങ്കിൽ അതിനനുസൃതമായ ശമനമുണ്ടാകും എന്നതിന്റെ ഉദാഹരണമാണ് സൗദി അറേബ്യ എന്ന് മനസ്സിലാക്കണം. 1ഉം 2ഉം മേഖലയിൽ കൃത്യമായ ഇടപെടൽ നടക്കാതെ പോയാൽ സൗദി അറേബ്യയിൽ പോലും ശിക്ഷ കൊണ്ട് പ്രശ്നം തീരില്ല എന്നതും അതിന്റെ ഉള്ളറ വർത്തമാനമായിട്ട് തിരിച്ചറിയണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വശങ്ങൾ ഇസ്ലാമിന്റെ പഠന ഭൂമികയിലുണ്ടെന്ന് ഹബീബിനെ അനുസ്മരിക്കുന്ന, അതിൽ താല്പര്യം കാണിക്കുന്ന, അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കട്ടെ. അല്ലാത്ത ഒരു ക്രമത്തിൽ ശിക്ഷക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. മനസ്ഥിതി മാറാത്ത കാലത്തോളം, ധാർമ്മികതയുടെ വഴിക്ക് ചിന്തിക്കുന്ന ഒരു സാമൂഹ്യ ക്രമം സൃഷ്ടിക്കപ്പെടാത്ത കാലത്തോളം ശിക്ഷ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കില്ല എന്ന് അടിവരയിട്ട് പറയാൻ മുസ്ലിം സമുദായത്തിന് ബാധ്യതയുണ്ട്. നിങ്ങൾ അറിയണം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന കാലഘട്ടത്തിന് വ്യത്യസ്തമായ മോശം പ്രവണത നമുക്കകത്തുണ്ട് എന്ന് തിരിച്ചറിയണം. അതിനെക്കുറിച്ച് കൂടി പറയാൻ ഈ മിമ്പറിൽ നെയ്യുള്ളവൻ ബാധ്യതനാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന ജാഹിലിയ കാലഘട്ടം ഏറെ മോശമായിരുന്നു. പക്ഷെ ആ ജാഹിലിയത്തിനേക്കാൾ മോശമാണ് ഈ പരിഷ്കൃത കാലഘട്ടം എന്ന് കൃത്യമായിട്ട് നാം മനസ്സിലാക്കണം. ഒരു ഉദാഹരണം പറയാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഹിന്ദ് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നു. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ്. നിങ്ങൾ അറിയണം, അങ്ങേ വരെ ഇസ്ലാമിന്റെ എതിർപക്ഷത്ത് ഹബീബിനെയും കൂട്ടരെയും ഉന്നം വെച്ച് ഒരുപാട് കുതന്ത്രങ്ങൾ നടത്തി, ഒരുപാട് സ്വത്തുവകകൾ ഇസ്ലാമിന് എതിരെ സൈനിക സന്നാഹത്തിന് വേണ്ടി മുടക്കി, അവസാനം ഉഹദിന്റെ രണാങ്കണത്തിൽ ഹംസയാകുന്ന ഇസ്ലാമിന്റെ കരുത്തനെ റളിയല്ലാഹു തആല അൻഹു വക്ഷിയെ കൊണ്ട് ചതിയിൽ കൊല്ലിച്ച ഹിന്ദ്, അബൂ സുഫിയാന്റെ ഭാര്യ, ഇസ്ലാം സ്വീകരിക്കാൻ വന്നു.
മനം മാറ്റത്തിന്റെ സുന്ദരമായ ഒരു മുഖമാണ് ഹിന്ദിന്റെ ഇസ്ലാം സ്വീകരണം എന്ന് നിങ്ങൾ കൂട്ടത്തിൽ മനസ്സിലാക്കുക. അങ്ങനെ കലിമ ചൊല്ലിക്കൊടുത്തു ഇങ്ങനെ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്ന ആ പെണ്ണിരയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുസരണ പ്രതിജ്ഞ വാങ്ങി. ഹബീബിനെ അനുസരിച്ച് അവർ ഈ മാർഗത്തിൽ ഇസ്ലാമിന്റെ മുന്നണി പോരാളികളാകും എന്നാണ് പ്രതിജ്ഞയുടെ മർമ്മം. പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടിരിക്കെ ആ പ്രതിജ്ഞയിൽ ഇങ്ങനെ ഒരു വാക്യം ഹബീബ് അവരോട് പറഞ്ഞു: വലാ യശ്രിക്ന വലാ യസ്നീന വലാ യഅ്തീന ബിഫാഹിഷ. നിങ്ങൾ സ്ത്രീകൾ ശിർക്ക് ചെയ്യരുത്. വലാ യശ്രിക്ന, നിങ്ങൾ ശിർക്ക് ചെയ്യുകയില്ല എന്ന്. വലാ യസ്നീൻ, നിങ്ങൾ വ്യഭിചരിക്കുകയില്ല എന്ന്. വലാ യഅ്തീന ബിഫാഹിഷ, ധർമ്മത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു മ്ലേച്ഛതയും നിങ്ങൾ ചെയ്യുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യൂ: ഞങ്ങൾ ശിർക്ക് ചെയ്യില്ല, ഞങ്ങൾ വ്യഭിചരിക്കുകയില്ല, ഞങ്ങൾ ധർമ്മത്തെ ഉല്ലംഘിക്കുന്ന ഒരു മ്ലേച്ഛതയും ചെയ്യില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം എന്ന് പറഞ്ഞ് അവർ പ്രതിജ്ഞ പറഞ്ഞുകൊണ്ടിരിക്കെ ഹിന്ദിന് സംശയം. ഹിന്ദ് ചോദിച്ചു ഹബീബിനോട്: യാ റസൂലല്ലാഹ്, അത്തസിനിൽ ഹുർറു യാ റസൂലല്ലാഹ്, അത്തസിനിൽ ഹുർറു യാ റസൂലല്ലാഹ്. അല്ലയോ പ്രവാചകരെ, കുലസ്ത്രീകൾ വ്യഭിചരിക്കുമോ? കുലസ്ത്രീകൾ വ്യഭിചരിക്കുമോ? കുലീനത്വമുള്ള പെണ്ണുങ്ങൾ ജാഹിലിയത്തിൽ വ്യഭിചാരത്തിന് പോവാറില്ല. അടിമ സ്ത്രീകൾ പോകും. ഏതോ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ഏഴകളോ തോഴകളോ പ്രാന്തവൽക്കതരോ ചേരിക്കാരോ പോയേക്കാം. കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണും വ്യഭിചരിക്കാറില്ല പഴയ ജാഹിലിയത്തിൽ, തിരിച്ചറിയണം. എന്നാൽ ഇവിടെ വ്യഭിചാരം കുടുംബത്തിൽ പിറന്നവർക്കും പഥ്യമാണ്. അത്ര മോശമാണ് ഈ കാലം എന്ന് തിരിച്ചറിയാൻ ബാധ്യതയുണ്ട് സഹോദരി ഹിന്ദിന്റെ വർത്തമാനം വെച്ചിട്ട്. കുലസ്ത്രീകൾ ജാഹിലിയത്തിൽ വ്യഭിചരിക്കാറില്ല. കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണും തന്റെ ഭർത്താവിന്റെ കൂടെയല്ലാതെ അന്തിയുറങ്ങാറില്ല. പക്ഷേ ഇവിടെ നമ്മുടെ സാമൂഹ്യക്രമത്തിന്റെ അവസ്ഥ നിങ്ങൾ നോക്കണം. ഈ സാമൂഹ്യക്രമം എത്ര മോശമാണ്! ഉഭയസമ്മത പ്രകാരം വ്യഭിചാരം കുറ്റമല്ല എന്ന് എഴുതി വെച്ച ഒരു നിയമക്രമത്തിനകത്ത് ഇതാണ് ശരി എന്ന് പറഞ്ഞു പോകുന്നവന്റെ ഇസ്ലാം തന്നെ അപ്രസക്തമാണെന്ന് വിനയപുരസ്സരം അറിയണം, തിരിച്ചറിഞ്ഞേ പറ്റൂ. വിഷയങ്ങൾ വരുമ്പോഴേ ചില കാര്യങ്ങളിലേക്ക് ചിന്ത ചെന്നെത്തൂ. ഉഭയസമ്മത പ്രകാരം വ്യഭിചാരം കുറ്റമല്ല, അത് പ്രശ്നമല്ല എന്ന് അംഗീകരിച്ച ഒരു സാമൂഹ്യക്രമം. അതുകൊണ്ട് ടൂറിസം വരെ വ്യഭിചാരത്തിന്റെ തുറന്ന ജാലകങ്ങൾ. അതിലൂടെ അങ്ങ് മുന്നോട്ട് പോയപ്പോ ആൺവേശ്യകൾ ഗൈഡുമാരായിട്ട് രംഗത്ത് വന്ന് ഇപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ വേറെ. ഹോം സ്റ്റേയും നൈറ്റ് സോണും ഒക്കെ നമുക്ക് പഥ്യമായി തീർന്ന ഒരു വല്ലാത്ത ക്രമം. ഹൗസ് ബോട്ടും റിസോർട്ടും പഞ്ചനക്ഷത്ര ഹോട്ടലുകളും ഒക്കെ തെളിഞ്ഞ വ്യഭിചാരത്തിന്റെ ഇടങ്ങളാണെന്നും മസാജ് പാർലറുകൾ എന്ന സംവിധാനം തന്നെ യഥാർത്ഥത്തിൽ എന്തിനാണെന്നും ഒക്കെ നന്നായിട്ടറിയാവുന്ന ഒരു ക്രമം മാന്യന്മാർ കയറിയിറങ്ങുന്ന, കുടുംബത്തിൽ പിറന്ന ആണും പെണ്ണും കയറിയിറങ്ങുന്ന അത്തരം വ്യഭിചാരത്തിന് നിയമപാലകർ കാവൽ നിൽക്കുന്ന വൃത്തികെട്ട ഒരു സംസ്കാരത്തിനകത്ത് നിങ്ങൾ അറിയണം, പഴയ ജാഹിലിയത്തിന്റെ ധർമ്മം പോലും ഈ പുതിയ പരിഷ്കരണ കാലഘട്ടത്തിൽ ഇല്ല എന്നും ഇത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കൂട്ടർക്ക് ഹബീബിന്റെ വിപ്ലവത്തെ മനസ്സിലാവില്ല. അവർക്ക് ഇഖാമത്തുദ്ദീൻ പറഞ്ഞ യേശില്ല, അതിനവർ ഇസ്ലാമായിട്ട് കാണുക പോലുമില്ല. അത്രയും ധർമ്മം നമസ്കാര തഴമ്പുകാരന്റെ ഹൃദയത്തിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുന്നു എന്ന് വേദനയോടെ ഓർക്കാതിരിക്കാൻ നിർവാഹമില്ല എന്ന് വിനയപുരസ്സരം നമ്മൾ അറിയണം. അപ്പോ കുലസ്ത്രീ എന്നോ അധസ്ത്രീ എന്നോ കുടുംബത്തിൽ പിറന്നതോ ചേരിയിൽ തള്ളപ്പെട്ടതോ എന്ന വ്യത്യാസമില്ലാത്ത വിധം വ്യഭിചാരം ഇവിടെ ആവാം എന്ന് വന്ന ഒരു ക്രമത്തിനകത്ത് ശിക്ഷയെ കുറിച്ച് മിണ്ടരുത്. അവർക്ക് മിണ്ടാൻ അർഹതയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതോ കശ്മലന്മാർ ഏതോ പെൺമക്കളെ ഇവിധം ക്രൂരമായി ബലാത്കാരം ചെയ്ത് കൊല്ലാക്കൊല ചെയ്തതിന്റെ പേരിൽ ബഹളം വെക്കുമ്പോൾ ഇത്തരം ഒരു ക്രമത്തെ നിലനിർത്തി കൊണ്ടുപോകുന്ന യഥാർത്ഥത്തിൽ തന്നെ കൂട്ടിക്കൊടുപ്പുകാരുടെ റോളിൽ നിലകൊള്ളുന്ന ഭരണകൂടത്തെ ആരാണാവോ ശിക്ഷിക്കുക എന്ന് നമ്മൾ ചോദിക്കേണ്ടതില്ലേ? ഈ വ്യവസ്ഥയെ കൊണ്ടു നടക്കുന്ന ഓരോരുത്തരും എത്രമേൽ കാബാലികനാണ്, അവൻ എത്രമേൽ ധർമ്മത്തെ ഗളഹസ്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവനല്ലേ ഈ ക്രമത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മളല്ലേ താങ്ങി നിർത്തുന്നത്. നമുക്കുണ്ടോ ഒരു ശബ്ദം ഈ ക്രമം പോലും ശരിയല്ല എന്ന്? അത് പറയാനുള്ള ആർജവമുള്ള ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ എന്നും വിനയപുരസ്സരം തിരിച്ചറിയണം. അപ്പൊ നമ്മൾ അറിയണം, കള്ളൻ എന്തായിരുന്നാലും മോശക്കാരനാ, അവൻ മോഷണം തൊഴിലാക്കിയവനാ. പക്ഷേ കള്ളന് കഞ്ഞി വെക്കുന്നവനാണ് ചരിത്രമെന്നും അതിനേക്കാൾ മോശക്കാരൻ എന്ന് തിരിച്ചറിയണം.
അതുകൊണ്ട് ഈ വ്യവസ്ഥയുടെ നടത്തിപ്പുകാരും ഈ തിന്മയിൽ പങ്കാളികളാണെങ്കിൽ അവരെ ശിക്ഷിക്കാൻ ഒരു ക്രമമുണ്ടായി വരുന്ന കാലമായിരിക്കണം നമ്മുടെ സ്വപ്നം എന്ന് നാം തിരിച്ചറിയണം. കൊണ്ടു നടക്കുന്നവരെ കൂടി ശിക്ഷിക്കാൻ, അവരെ കൂടി കയ്യാമം വെക്കാൻ അധികാരമുള്ള ധർമ്മം പുലരുന്ന ഒരു നാളിനെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടത് എന്ന് വിനയപുരസ്സരം നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ ഒരു രീതിശാസ്ത്രമുണ്ട് ഇസ്ലാമിൽ. അങ്ങനെ വരുമ്പോ ഈ നേരത്തെ പറഞ്ഞ രണ്ട് കർമ്മമാർഗങ്ങളും സുന്ദരമായി നടപ്പാക്കപ്പെടുന്നിടത്ത് ശിക്ഷ വലിയ ഫലം ചെയ്യും. അവിടെയാണ് അൽ ഹദ് വൽ ജിനായാത്ത്, മൂന്നാമത് കർമ്മമാർഗമായി കുറ്റവും ശിക്ഷയും എന്ന ക്രമം ഇസ്ലാം അവതരിപ്പിച്ചത്. വ്യഭിചാരത്തിന് ഇസ്ലാം ആദ്യകാലത്ത് ശിക്ഷ വിധിച്ചത് ലളിതമായ ചില മാർഗങ്ങളാണ്. പക്ഷേ ആ മാർഗത്തിൽ വരെ ഒരു കൃത്യമായ ഊന്നലുണ്ടായിരുന്നു. പിന്നീടാണ് വളരെ കൃത്യമായിട്ട് ഇസ്ലാമിലെ ശിക്ഷ വരുന്നത്. ആ ശിക്ഷയാണ് പിന്നീട് ഇസ്ലാം അതിന്റെ ശരീഅ ക്രമത്തിൽ കുറ്റവും ശിക്ഷയും എന്ന നിലക്ക്, സിവിൽ ക്രിമിനൽ കുറ്റങ്ങളും ശിക്ഷയും എന്ന നിലക്ക് അംഗീകരിക്കുകയും നടപ്പാക്കിക്കൊണ്ടിരുന്നതും ചെയ്തത്. ആദ്യ കാലഘട്ടത്തിൽ തന്നെ മക്കയിൽ തന്നെ ഇസ്ലാമിന്റെ ഒരു വ്യവസ്ഥ ഉണ്ടായി വരുന്നതിന് മുമ്പേ, മദീന എന്ന സംവിധാനത്തിന് മുമ്പേ മക്കയിൽ പ്രവർത്തിച്ചിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് തന്നെ വ്യഭിചാരം നിരോധിച്ചിരുന്നു. പക്ഷെ അന്ന് ശിക്ഷ നടപ്പാക്കിയിരുന്നില്ല. ശിക്ഷ നടപ്പാക്കാൻ ഭരണകൂടം എന്ന ഒരു സംവിധാനം വേണം. ശിക്ഷ നടപ്പാക്കാൻ ഒരു നേതാവ് ഉണ്ടായാൽ മാത്രം പോരാ. ശിക്ഷ നടപ്പാക്കാൻ നേതാവ് പറഞ്ഞാൽ കേൾക്കുന്ന അനുയായികൾ ഗുണ്ടകളൊക്കെ പോലെ പ്രവർത്തിക്കുന്ന രീതി ഉണ്ടായാലും പോരാ. അതുകൊണ്ടാണ് സദാചാര പോലീസ് എന്ന പേരിൽ നമ്മുടെ പത്രങ്ങളിൽ ഇടം പിടിക്കുന്ന, മീഡിയകളിൽ ഇടം പിടിക്കുന്ന ആ ക്രമത്തെ ഇസ്ലാം അംഗീകരിക്കാത്തത്. ശിക്ഷ നടപ്പാക്കൽ ഒരു രാഷ്ട്രക്രമത്തിൽ നടക്കേണ്ടുന്ന ഒന്നാണ്. ഭരണാധികാരി നിശ്ചയിക്കുന്ന ജഡ്ജ് വാദിയും പ്രതിയും സാക്ഷി വിസ്താരവും ക്രോസ് വിസ്താരവും ഉൾപ്പെടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ശിക്ഷ വിധിക്കുകയും ആ ശിക്ഷ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന ആരാച്ചാർ നടപ്പാക്കുകയും ചെയ്യുന്ന ക്രമം, അവിടെയാണ് ശിക്ഷ വരിക. മദീനയിലാണ് അതുകൊണ്ട് ഇസ്ലാമിൽ ശിക്ഷ വന്നത്. മദീനയിലെത്തി ഹിജ്റ 5-6 വർഷം, ഹിജ്റ 5-6 വർഷം, പലായനത്തിന്റെ 5-6 വർഷത്തിൽ ആ കാലയളവിലാണ് സൂറത്തുൻ നൂർ അവതരിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് കൃത്യമായി ഇസ്ലാമിന്റെ ശിക്ഷ ഈ വിഷയത്തിൽ നടപ്പാക്കപ്പെടുന്നത്. അതിനു മുമ്പ് മദീനയിൽ അവതീർണമായ സൂറത്തുൻ നിസായിൽ വ്യഭിചാരികളെ എന്ത് ചെയ്യണം എന്ന് വളരെ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. അതിൽ ആദ്യത്തെ നിർദ്ദേശം സൂറത്തുൻ നിസായിലെ 15-ാമത് സൂക്തമാണ്. വല്ലാത്തി യഅ്തീനൽ ഫാഹിഷത മിൻ നിസാഇകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഈ മ്ലേച്ഛവൃത്തി ചെയ്യുന്ന സ്ത്രീകൾ, ഫസ്തഷ്ഹിദു അലൈഹിന്ന അർബഅത മിൻകും, നിങ്ങളിൽ 4 പേർ അവർ ഈ കർമ്മം ചെയ്തതിന് സാക്ഷികളായി രംഗത്ത് വരട്ടെ. ഫഇൻ ഷഹിദു, അങ്ങനെ സാക്ഷികൾ രംഗത്ത് വന്നാൽ ഫഅംസികൂഹുന്ന ഫിൽ ബുയൂതി, അവരെ നിങ്ങൾ വീട്ടിൽ തടഞ്ഞു വെക്കണം, വീട്ടുതടങ്കലിൽ വെക്കണം, വീട്ടുതടങ്കലിൽ വെക്കണം. ഈ മനോരോഗമുള്ളവരെ പുറത്തിറങ്ങാൻ സമ്മതിക്കരുത് എന്നാണ്. വീട്ടുതടങ്കലിൽ വെക്കണം. അവർ ഈ സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കും. അവർ ഈ വൈറസിനെ കയറ്റുമതി ചെയ്യും. അതാണ് പ്രശ്നം. വ്യഭിചാരം എന്ന ഒന്നിനെ നിയമമാക്കുന്ന ഒരു ക്രമം യഥാർത്ഥത്തിൽ ധർമ്മത്തെ കാർന്നുന്ന ക്യാൻസർ അണുക്കളെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ക്രമത്തിന്റെ ദുരന്തം എന്ന് മനസ്സിലാക്കണം. വ്യഭിചാരം അനുവദിക്കുന്ന ഒരു ക്രമം നിലനിൽക്കണമെന്ന് സകല മതങ്ങളും അംഗീകരിക്കുന്ന, മതവിശ്വാസമില്ലാത്തവർ പോലും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സകല മൂല്യങ്ങളെയും കാർന്ന് തിന്നുന്ന വൈറസുകളെയാണ് സൃഷ്ടിക്കുക എന്ന് വളരെ കൃത്യമായി ബോധവൽക്കരിക്കുകയാണ് ഇസ്ലാം. അതുകൊണ്ട് തടങ്കലിൽ വെക്കണം, വീട്ടുതടങ്കൽ. ഫംസികൂഹുന്ന ഫിൽ ബുയൂത്ത്, അവരെ നിങ്ങൾ വീട്ടിൽ തടഞ്ഞു വെക്കണം. ഹത്താ യതവഫാഹുന്ന, ഒന്നുകിൽ മരിക്കും വരെ പുറത്തു വിടരുത്. ഇത്തരം കേസിനെ പുറത്തു വിടരുത്, മരിക്കും വരെ തടഞ്ഞു വെക്കുക. ഔ യജഅലല്ലാഹു ലഹുന്ന സബീല, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യണമെന്ന് അള്ളാന്റെ വിധി വരും വരെ നിങ്ങൾ അവരെ വീട്ടുതടങ്കലിൽ വെക്കണം. എത്ര കൃത്യമായ വർത്തമാനമാണ്. അവിടെ ധർമ്മത്തെ കുറിച്ച ഒരു ഊന്നലുണ്ട്. ഇത്തരം പ്രവണതയുള്ളവരെ പുറത്തു വിട്ടാൽ അവർ ഈ സമൂഹത്തിലെ ധർമ്മത്തെ കീഴ്മേൽ മരിച്ചു കളയുമെന്ന്. അപ്പോൾ പിന്നെ വ്യഭിചാരം ഉഭയസമ്മത പ്രകാരം ആരും റോഡരികിൽ കിടന്ന് തന്നെ ചെയ്താലും അതൊരു കുഴപ്പമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ക്രമത്തിൽ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി ന്യായീകരിക്കുന്ന മുസൽമാനാകണമെങ്കിൽ 2ാമത് കലിമ ചൊല്ലേണ്ടി വരുമെന്ന് ഈ ഉള്ളവൻ വേദനയോടെ പറയും. ഇതാണ് ഇസ്ലാമിന്റെ രീതി എന്ന് മനസ്സിലാക്കണം. അതാണ് ഇസ്ലാമിന്റെ വിപ്ലവത്തിന്റെ വഴി എന്ന് മനസ്സിലാക്കണം. ഇത് ഖത്മ് തീർക്കുമ്പോൾ ഓതുന്ന സൂറത്തുൻ നിസായിലെ ആയത്താണെന്ന് തിരിച്ചറിയണം. പിന്നീട് സൂറത്തുൻ നിസായിലെ തന്നെ 16-ാമത് സൂക്തത്തിൽ അടുത്ത ഒരു നിർദ്ദേശം കൂടി അള്ളാഹു നൽകി. ആ നിർദ്ദേശം ഇങ്ങനെയാണ്: നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പണി ചെയ്യുന്ന ആണും പെണ്ണും, വല്ലദാനി യഅ്തിയാനിഹാ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഈ മ്ലേച്ഛത, ഈ വ്യഭിചാരം,
ഈ അനാശാസ്യം ചെയ്യുന്ന രണ്ടുപേരെയും, ആണിനെയും പെണ്ണിനെയും, നേരത്തെ സ്ത്രീയുടെ കാര്യമാണ് പറഞ്ഞത്, ഇവിടെ രണ്ടുപേരെയും നിങ്ങൾ നന്നായിട്ട് പീഡിപ്പിക്കണം. പീഡിപ്പിക്കുക എന്നതിന്റെ രീതി എന്താണ്? തഫ്സീറിൽ ചർച്ചയുണ്ട്. അപ്പൊ അടിക്കാൻ പറ്റുമോ, ഇടിക്കാൻ പറ്റുമോ, മുറിവേൽപ്പിക്കാൻ പറ്റുമോ? അപ്പൊ മുഫസ്സിരീങ്ങൾ പറഞ്ഞു അത് പറ്റില്ല. കാരണം ശിക്ഷയാണ് അത്. ശിക്ഷ നമുക്ക് നടപ്പാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന്റെ ഉദ്ദേശ്യം സമൂഹ ബഹിഷ്കരണം എന്നാണ്. സമൂഹ ബഹിഷ്കരണം, വ്യഭിചാരികളെ സമൂഹം ബഹിഷ്കരിക്കണം എന്ന്. ഇത് ഖുർആന്റെ നിർദ്ദേശം. വ്യഭിചാരികൾക്ക് സാമൂഹ്യ ക്രമത്തിൽ മാന്യത കിട്ടുന്നു എങ്കിൽ നിങ്ങൾ അറിയണം, യഥാർത്ഥത്തിൽ അവൻ മാത്രമല്ല പ്രശ്നം, അവനെ ഏറ്റി നടക്കുന്നവരും പ്രശ്നക്കാരാ. ഇതാണ് കള്ളൻ മാത്രമല്ല പ്രശ്നം, കള്ളനേക്കാൾ പ്രശ്നക്കാർ കള്ളന് കഞ്ഞിവെക്കുന്നവരാണ് എന്ന് പറയേണ്ടി വന്നത്. സമൂഹ ബഹിഷ്കരണം വേണം. അവന് പിന്നെ സമൂഹത്തിൽ മാന്യമായൊരു സ്ഥാനവും കൊടുക്കരുത്. അവൻ ഇപ്പണി ചെയ്തവനാ, അവൻ യോഗ്യനല്ല, അയോഗ്യനാണ്. അവൻ ഏത് ക്രമത്തിലും അയോഗ്യനാണ്. അത് ഭൗതിക, മത, രാഷ്ട്രീയ, സാമൂഹിക, കുടുംബ ക്രമമാവട്ടെ, ഏതായിരുന്നാലും ശരി, അവൻ അയോഗ്യനാണ്. അവൻ അയോഗ്യനാണ്, മാറ്റി നിർത്തണം എന്ന് വളരെ കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചാൽ അത് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മനസ്സ് മലീമസമായി പോയി എങ്കിൽ ഏത് നന്മ ചിന്തയുള്ളവന്റെയും മനസ്സിനെ ഇവിധം കാർന്ന് തിന്നുന്ന വൈറസ് ഈ സാമൂഹ്യ ക്രമത്തിൽ ധാരാളമുണ്ടെന്ന്. അത് ഞാനും നിങ്ങളും ശരീരത്തിൽ അടിക്കുന്ന ആ ബോഡി പെർഫ്യൂം കൊണ്ട് തീർന്നു പോവില്ല എന്ന്, അത് നമ്മൾ ഉപയോഗിക്കുന്ന അത്തറ് കൊണ്ട് അകറ്റാൻ കഴിയില്ല എന്ന് വേദനയോടെ ഓർക്കാൻ ആർജവമുള്ള മുസ്ലിം ചെറുപ്പക്കാരുണ്ടെങ്കിൽ തയ്യാറാവട്ടെ. അതാണ് ഈ ക്രമം എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് വല്ലതാനി യഗ്തിയാനിഹാമിൻകും, നിങ്ങൾ ഈ മ്ലേച്ഛ വൃത്തി ചെയ്യുന്ന ആണിനെയും പെണ്ണിനെയും നിങ്ങൾ അവർ രണ്ടുപേരെയും സമൂഹ ബഹിഷ്കരണം നടത്തണം. അവരെ പിന്നെ ഒരു സ്ഥാനത്ത് ഇരുത്തരുത്, അവരെ ഒരു സ്ഥാനത്തും കൊണ്ട് നടത്തരുത്. അവർ അതിന് യോഗ്യരല്ല എന്ന് മനസ്സിലാക്കണം. ഫൈൻ താബാ വഅസ്ലഹ, ഇനി അവർ തെറ്റ് പശ്ചാത്തപിച്ച് നേരെ ചൊവ്വേ കർമ്മങ്ങൾ നന്നാക്കി അവർ മുന്നോട്ട് വരികയാണെങ്കിൽ അവരെ വിട്ടേക്ക്. പക്ഷെ അവരെ നിങ്ങൾ ഏറ്റെടുക്കരുത്. രണ്ടുപേരെയും വിട്ടേക്ക്, ജീവിച്ചോട്ടെ, സമൂഹത്തിൽ ഇറങ്ങി നടക്കട്ടെ, അന്നം തേടട്ടെ, ഉപാപചയ പ്രവർത്തനങ്ങൾ നടത്തിക്കോട്ടെ, ജീവിത സന്ധാരണ മാർഗത്തിലേക്ക് ഇറങ്ങിക്കോട്ടെ. പക്ഷേ രണ്ടുപേരെയും അവഗണിക്കണം, പരിഗണിക്കരുത്. അവഗണിക്കണം, പരിഗണിക്കരുത്. ഇന്നല്ലാഹ കാന തവ്വാബർ റഹീമ, നേരെ ചൊവ്വേ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും, അവരോടുള്ള കാരുണ്യം കാണിക്കുകയും ചെയ്യും. അഥവാ നേരെ ചൊവ്വേ അവർ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ പരലോകമെങ്കിലും രക്ഷപ്പെടും എന്ന്, പരലോകമെങ്കിലും രക്ഷപ്പെടും എന്ന് ഈ യാഥാർത്ഥ്യവും തിരിച്ചറിയണം. വളരെ വിശദമായ ചർച്ചയും പഠനവും വളരെ കൃത്യമായ വഴിയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വിശുദ്ധ ഖുർആന്റെ സൂറത്തു നിസായിലെ 15-16 സൂക്തങ്ങളാണ്. മദീനയിൽ എത്തിയ ഒരു മുസ്ലിം സമൂഹം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭരണാധികാരിയായി നിലകൊള്ളുന്ന ഒരു മുസ്ലിം സമൂഹത്തിൽ മക്കയിൽ വെച്ച് നിരോധിച്ച വ്യഭിചാരം ശിക്ഷ നടപ്പാക്കാൻ ഭരണകൂടമില്ലാത്തത് കൊണ്ട് ശിക്ഷ പ്രഖ്യാപിക്കപ്പെടാതെ 10 കൊല്ലം പരസ്യ പ്രബോധന ശേഷം 10 കൊല്ലം കഴിഞ്ഞിട്ട് മദീനയിലെത്തിയ ശേഷം ആദ്യമായി അവതീർണമായ സൂറകളിൽ ഒന്നിൽ വളരെ കൃത്യമായ നിർദ്ദേശം, വീട്ടിൽ നിന്ന് വിടരുത് ഇത്തരം പെണ്ണുങ്ങളെ. അവർ ഇറങ്ങി നടക്കാൻ തുടങ്ങിയാൽ പ്രശ്നമാണ്. ഇനി ഈ പണി ചെയ്യുന്ന ആണിനെയും പെണ്ണിനെയും സമൂഹ ബഹിഷ്കരണം നടത്തണം. ഒരിക്കലും അവരെ പരിഗണിക്കരുത്, അവഗണിക്കുകയാണ് വേണ്ടത്. അവർ പശ്ചാത്തപിച്ചാൽ, കർമ്മങ്ങൾ നന്നാക്കിയാൽ അല്ലാഹ് അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചേക്കും, അവരോട് കാരുണ്യം കാണിച്ചേക്കും, അതിന്റെ ഗുണം അവർക്ക് അവിടെ കിട്ടിയേക്കാം എന്ന കൃത്യമായ വർത്തമാനം നിലപാടിന്റെ പ്രഖ്യാപനമാണ്. ഇസ്ലാം നിലപാടുകളാണ്. ഇസ്ലാം കേവലം ആരാധനകളല്ല, ഇസ്ലാം നിലപാടുകളാണ്. ഇസ്ലാം കേവലം ദിക്റിന്റെയും സ്വലാത്തിന്റെയും ബണ്ടിലുകളല്ല. ഇത് തിരിച്ചറിയാൻ കഴിയുന്നിടത്തെ ധർമ്മക്രമം ഉണ്ടാവുകയുള്ളൂ. ധർമ്മക്രമം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഹബീബിന്റെ ആഗമനം എന്ന് തിരിച്ചറിയണം. പിന്നീടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൽ ഹിജ്റ 5-ാം വർഷം 6-ാം വർഷം ഇതിന്റെ ഇടയിലുള്ള ഒരു കാലയളവിൽ കൃത്യമായ ശിക്ഷ അവതരിപ്പിക്കുന്നത്. ആ ശിക്ഷയെ കുറിക്കുന്ന സൂക്തമാണ് സൂറത്തു നൂറിലെ 2-ാമത് സൂക്തമാണ് മുഖദ്ദിമയിൽ ഓതി വെച്ചത്. അസ്സാനിയത്തു വസ്സാനി, വ്യഭിചരിച്ച ആണിനെയും പെണ്ണിനെയും രണ്ടുപേരെയും നിങ്ങൾ 100 അടി വീതം അടിക്കണം. പരസ്യമായ ശിക്ഷ 100 അടി വീതം അടിക്കണം. അള്ളാന്റെ ഈ ദീൻ നടപ്പാക്കുന്ന കാര്യത്തിൽ അവരോട് നിങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും പാടില്ല, ഒരു അനുകമ്പയും പാടില്ല. ഇത് അള്ളാന്റെ ദീനാ. അള്ളാന്റെ ഈ ദീൻ നടപ്പാക്കുന്ന കാര്യത്തിൽ അവരോട് നിങ്ങൾ ഒരു അനുകമ്പയും കാണിക്കാൻ പാടില്ല.
നിങ്ങൾ ഈ നടപ്പാക്കുന്ന ആളുകൾക്ക് പടച്ചവനിൽ വിശ്വാസമുണ്ടെങ്കിൽ, വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ ശിക്ഷ കൊടുക്കുന്നതിൽ, അള്ളാന്റെ ഈ ദീൻ നടപ്പാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ അവരോട് അനുകമ്പയും കാണിക്കരുത്. മാത്രമല്ല ഇത് രഹസ്യമായിട്ട് റൂമിലടച്ചടിച്ചാൽ പോരാ. വൽ യഷ്ഹദ് അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ, വിശ്വാസികളായ ഒരു കൂട്ടർ ഈ ശിക്ഷ കാണുകയും വേണം. പരസ്യമായിട്ട് ചെയ്യണം, പരസ്യമായിട്ട് ചെയ്യണം. 100 അടി വീതം അടിക്കണം. അതിൽ 100-ൽ ഒരടി പോലും കുറക്കാൻ പാടില്ല. 99 ആവാന്ന് വെക്കരുത്, അല്ലെങ്കിൽ 10 അടി അടി നിർത്താന്ന് വെക്കരുത്. കൃത്യമായിട്ട് നടപ്പാക്കണം എന്ന് വളരെ വ്യക്തമായ നിർദ്ദേശം സൂറത്തു നൂറിൽ 2ാമത് സൂക്തത്തിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് വിവാഹം കഴിക്കാത്ത വ്യഭിചാരികളായ ആണിനും പെണ്ണിനുമുള്ള ശിക്ഷയാണ്. അത് ഹബീബിന്റെ അവകാശമാണ്. അതിന് അല്ലാഹ് അനുവാദം കൊടുത്തിട്ടുണ്ട്. അല്ലാഹ് തന്നെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഹബീബ് ഇടപെടുക. ഖുർആൻ നിരുപാധികമായിട്ട് പറഞ്ഞ ഒരു കാര്യത്തിന് ഉപാധി വെക്കാൻ ഹബീബിന് അവകാശമുണ്ട്. അതുകൊണ്ട് വ്യഭിചരിച്ച ആണിനും പെണ്ണിനും 100 അടി എന്ന് നിരുപാധികമായിട്ട് ഖുർആൻ പറഞ്ഞ വിഷയത്തിൽ ഹബീബ് ഖൈദ് വെച്ചു, ഉപാധി വെച്ചു. അത് വിവാഹം കഴിക്കാത്തവരുടെ കാര്യത്തിലാണ്. വിവാഹം കഴിച്ചവരോ എറിഞ്ഞു കൊല്ലണം. അങ്ങനെ എറിഞ്ഞു കൊന്നു മദീനയിൽ. ഇങ്ങനെയൊക്കെ ബോധവൽക്കരണവും സാമൂഹ്യ ക്രമത്തിന്റെ പുനഃക്രമീകരണവും നടന്ന ശേഷവും കുറ്റവും ശിക്ഷയും സ്ഥാപിതമായ ഒരു ക്രമത്തിൽ പൈശാചിക മനസ്സ് കുടികൊള്ളുന്നതിനാൽ മനസ്ഥിതി മാറാത്തവർ അന്യായം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ദുർബല നിമിഷത്തിൽ നല്ലവർ തന്നെ തെറ്റിൽ വീണുപോയപ്പോൾ, അവർ ആ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് കോടതിയിൽ വന്ന് ശിക്ഷ ചോദിച്ചു വാങ്ങിയപ്പോൾ വിവാഹിതരായ അത്തരം കുറ്റവാളികളെ എറിഞ്ഞുകൊന്ന അനുഭവം ചരിത്രത്തിൽ ധാരാളം ഹദീസിൽ നമുക്ക് കാണാം. ഒരുപാട് എണ്ണം ഉണ്ടായിട്ടല്ല, ആ സംഭവത്തെ കുറിച്ച് ഹദീസുകൾ ധാരാളം എന്ന് വിനയപുരസ്സരം തിരിച്ചറിയണം. അപ്പൊ ഇങ്ങനെയാണ് ഇസ്ലാമിൽ ശിക്ഷ വന്നത്. അപ്പോൾ ഒരു ക്രമത്തെ നേരെ ചൊവ്വെ കൊണ്ടു നടത്തുന്നിടത്ത് ഇസ്ലാമിന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു എന്നും യഥാർത്ഥത്തിൽ ഹബീബിന്റെ ആഗമനം എന്തിനായിരുന്നു എന്നും വിനയപുരസ്സരം തിരിച്ചറിയാൻ നമ്മുടെ ഈ കലങ്ങിയ അന്തരീക്ഷമെങ്കിലും ഹബീബിന്റെ ജീവിത അനുസ്മരണത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അവസരം ഒരുക്കട്ടെ എന്നത് മാത്രമാണ് ഈ വർത്തമാനത്തിന്റെ പിന്നിലെ സാക്ഷാൽ പ്രചോദനം എന്ന് വിനയപുരസ്സരം നമ്മൾ തിരിച്ചറിയണം. സാരോപദേശങ്ങളും വാഴ്ന്നുകളുമായിട്ട് ഒരു പ്രവാചകൻ വന്നില്ല. അങ്ങനെ വാഴ്ന്നു പറയലായിരുന്നില്ല ഹബീബിന്റെ നിയോഗം. ഏതൊരു തത്വത്തെ എത്ര കൃത്യമായി മനുഷ്യ മനസ്സുകളെ ഹഠാത് ആകർഷിച്ചുകൊണ്ട് ഹബീബ് തന്റെ ഗുരുമുഖത്ത് നിന്ന് തന്റെ സവിശേഷമായ വാഗ്വൈഭവം കൊണ്ട് അവതരിപ്പിച്ചുവോ, ആ തിയറിയെ, ആ സിദ്ധാന്തത്തെ മണ്ണിൽ പച്ചയായി സംസ്ഥാപിച്ച് കൊണ്ടു നടന്ന് വ്യക്തിയുടെ സ്വകാര്യത മുതൽ സാമൂഹ്യക്രമത്തിന്റെ ഉയർന്ന തലമാകുന്ന ഭരണ നീതിന്യായ നിർവഹണ യുദ്ധ സന്ധി ഉൾപ്പെടെ ക്രമത്തിൽ പ്രയോഗവൽക്കരിച്ച് കാഴ്ചവെച്ച ഒരു ഹബീബിനെ അനുസ്മരിക്കുന്നിടത്ത് ആ ഹബീബിന്റെ ആഗമനോദ്ദേശത്തെ മറന്നുകൊണ്ട് ഹബീബിനെ പുകഴ്ത്തുന്ന പുകഴ്ത്തൽ യഥാർത്ഥത്തിൽ ഉള്ളിൽ സ്നേഹമില്ലാത്ത കേവലം കെട്ടുകാഴ്ചയുടെ പിത്തലാട്ടങ്ങളായിട്ട് മാത്രമേ സമൂഹം വായിക്കൂ എന്നറിയണം. അത് തിരിച്ചറിയാൻ മുസ്ലിം സമുദായത്തിന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ക്രമത്തെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിപ്പണിയാൻ, ആ ക്രമത്തിൽ ഏറ്റവും മർമ്മ ഘടകങ്ങളായ മനുഷ്യ മനസ്സിനെ മാറ്റിക്കൊണ്ട് സാമൂഹ്യ അന്തരീക്ഷത്തെ പുനഃക്രമീകരിച്ചുകൊണ്ട് അങ്ങനെ മനസ്ഥിതിയുടെ മാറ്റത്തിലൂടെ, സാമൂഹ്യ ക്രമത്തിന്റെ മാറ്റത്തിലൂടെ വ്യവസ്ഥിതിയുടെ മാറ്റമാകുന്ന ഇഖാമത്തുദ്ദീൻ, ആ മാർഗത്തിൽ ക്രമപ്രവൃത്തമായി പ്രവർത്തിച്ചു മുന്നേറി വിജയം വരിക്കുകയും ലോകത്തിനു മുമ്പിൽ എന്നും അത് സത്യത്തിന്റെ അടയാളമായി അടയാളപ്പെടുത്തുകയും ചെയ്ത ഒരു മഹാപ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ മാർഗം പിൻപറ്റി സമൂഹത്തിന് വെളിച്ചം നൽകാൻ ബാധ്യതപ്പെട്ട ഒരു സമുദായം ഈ ഉള്ള ക്രമത്തിന്റെ അരികു പറ്റി സഞ്ചരിക്കുന്നവരോ ആ അധർമ്മത്തിന്റെ കുത്തൊഴുക്കിൽ വീണ് കിടക്കുന്നവരോ ആയാൽ അവര് പുകഴ്ത്തുന്ന ഒരു പുകഴ്ചയും ഹബീബിന്റെ സന്ദേശത്തിന്റെ മാറ്റുരക്കാൻ കാരണമാവില്ല എന്നും അത് മുഖേന ഒരു ചലനവും കേൾക്കുന്ന ഒരാളുടെയും മനസ്സിൽ ഉണ്ടാവുകയില്ല എന്നും വേദനയോടെ നാം ഓർക്കുക. അതുകൊണ്ട് നമുക്ക് ഈ ക്രമത്തെക്കുറിച്ച് ഇനിയും പഠിക്കാം. വളരെ കൃത്യമായി ഇസ്ലാം നിശ്ചയിച്ച ശിക്ഷകൾ മുഖേന ഇസ്ലാം ഉദ്ദേശ മർമ്മം എന്ത് എന്ന് മനസ്സിലാക്കുന്നിടത്ത് മുസ്ലിം സമുദായം വിജയിക്കുകയും സമൂഹത്തെ ഈ ദൗത്യം അറിയിക്കുകയും ചെയ്യുന്നിടത്താണ് ഹബീബിനോട് നമ്മൾ കാണിക്കുന്ന കൂറ് അർത്ഥവത്താവുകയുള്ളൂ എന്ന് വിനയപുരസ്സരം ഓർക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമുഖത്ത് കൊണ്ടുവന്ന് സംസ്ഥാപിച്ച ഒരു ക്രമം മനുഷ്യ മനസ്സിനു മുമ്പിൽ യഥാവിധി പ്രതിനിധീകരിക്കാൻ, അതിനെ അവതരിപ്പിക്കാൻ, ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ മുസ്ലിം സമൂഹത്തിന് അള്ളാഹു അവസരവും തൗഫീഖും തന്റെ ഇടവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الخلفاء الراشدين وأمراء المرشدين عن أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعمي نبيك حمزة والعباس وبقية الصحابة والقرابة والتابعين كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.